ബൂത്തിന്റെ ഗേറ്റ് അടച്ചത് 5 മണിക്ക്. അതിനുശേഷം 65 ലക്ഷം അധികം വോട്ട് EVM-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെങ്ങനെ എന്നതാണ് ഇപ്പോൾ ചോദ്യം. രാജ്യം മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇതുവഴി പുറത്തു വരുന്നത്. അതായത് മുഴുവൻ വോട്ടർമാരും പോൾ ചെയ്ത് 5 മണിക്ക് ശേഷം ഗേറ്റ് അടക്കുമ്പോൾ 5,64,8,024 വോട്ടാണ് രേഖപ്പെടുത്തിയത്. അഥവാ 58.22%. എന്നാൽ അന്ന് രാത്രി തന്നെ ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത് 6,30,85,700 കോടി വോട്ടാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നതിന് ഉത്തരമില്ല. കൃത്യമായി പറഞ്ഞാൽ 5 മണിക്ക് ശേഷം രാത്രിയായതോടെ 65 ലക്ഷം അധിക വോട്ട് EVM-ൽ വന്നു. തീർന്നില്ല, വീണ്ടും വോട്ടെണ്ണൽ ദിനത്തിൽ വോട്ട് വർദ്ധിക്കുകയാണ്. 9,99,359 വോട്ട് വീണ്ടും വർദ്ധിക്കുന്ന മാജിക്. അതെങ്ങനെ എന്നതാണ് ഇപ്പോൾ കമ്മീഷനെ മുൾമുനയിൽ നിർത്തുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾ പറഞ്ഞത് എന്താ? കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഏതെങ്കിലും സ്റ്റേറ്റ് ജയിച്ചാൽ അത് നല്ല തെരഞ്ഞെടുപ്പും തോറ്റാൽ അത് മോശപ്പെട്ട തെരഞ്ഞെടുപ്പും. അങ്ങനെയല്ല. ഇവിടെ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും തമ്മിൽ താങ്കളൊന്ന് കമ്പയർ ചെയ്യണം. താങ്കൾ BJP-യുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലെ ഏതെങ്കിലും തട്ടിപ്പ് ഡിഗ്രി ഉള്ള ആളല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ താങ്കൾ അത്യാവശ്യം അക്ഷരാഭ്യാസവും വിവരമുള്ള ഒരു BJP-കാരനാണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ പറയട്ടെ. ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും താങ്കളൊന്ന് കമ്പയർ ചെയ്തോ. ജാർഖണ്ഡിൽ BJP-യുടെ മുന്നണിക്ക് NDA-ക്ക് ആകെ 24 സീറ്റാ പിടിക്കാൻ പറ്റിയത്. ഇന്ത്യ മുന്നണിയോട് അധികാരത്തിലെത്തി. അവിടെ ഇലക്ഷന്റെ സമയത്തിന് ശേഷം, ഇലക്ഷൻ 5 മണിക്ക് അവശേഷിച്ചതിന് ശേഷം വോട്ടെണ്ണുന്നതിന് മുമ്പ് അവിടെ ആകെ കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ട്, പോൾ ചെയ്യപ്പെട്ട വോട്ട് 1.79% ആദ്യ ഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ 0.86% മാത്രമാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ ഒറ്റഘട്ടമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് 132 സീറ്റ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 5 മണിക്ക് ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് 5,64,8,024 വോട്ട് മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത്. അതായത് 58.22% മാത്രം. പക്ഷേ അന്ന് രാത്രി ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത് 6,30,85,700 വോട്ടാണ്. അതായത് അവിടെ മാത്രം 65 ലക്ഷത്തിലധികം വോട്ടുകളുടെ എണ്ണം കാണുന്നു. അതായത് 5 മണിക്ക് ഗേറ്റ് അടച്ചതിന് ശേഷം പിന്നെ വോട്ട് ചെയ്ത BJP-കാരെയാണ് ഞങ്ങൾക്ക് കണ്ടു കിട്ടേണ്ടത്. ഇനി അവിടെയും തീരുന്നില്ല. വോട്ടെണ്ണ ദിനത്തിൽ വീണ്ടും വോട്ട് വർദ്ധിക്കുകയാണ്. വോട്ട് ചെയ്ത സമയത്ത് വർദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്ന് 5 മണിക്ക് ഗേറ്റ് അടച്ചതിന് ശേഷം വർദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്ന് വോട്ട് എണ്ണുന്ന ദിവസം വർദ്ധിച്ചത് എത്രയാണെന്നറിയോ? 9,91,359 വോട്ട്. അതായത് 10 ലക്ഷത്തോളം വോട്ട് വോട്ടെണ്ണൽ ദിനത്തിൽ വർദ്ധിക്കുന്നു. ഈ മാജിക്കാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതായത് മൊത്തത്തിൽ 7.83% വോട്ട് 5 മണിക്ക് പോളിംഗ് അവസാനിച്ചതിന് ശേഷം വോട്ട് എണ്ണുന്ന ദിനത്തിനുള്ളിൽ അവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ ആ മാന്ത്രിക ശേഷിയുടെ പേര് ഞങ്ങൾക്കൊന്ന് അറിയണ്ടേ? അതിന് നിങ്ങൾ മറുപടി പറയണമെന്നേ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനും ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന് ഒത്താശ ചെയ്യുന്ന സുപ്രീം കോടതി അടക്കമുള്ള ഭരണഘടനാ സംവിധാനങ്ങൾ ഇതിന് മറുപടി പറയണം. ഒരു ഗ്രാമത്തിൽ, മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമമുണ്ടല്ലോ സോലാപൂരിലെ, ആ ഗ്രാമത്തിലെ നാട്ടുകാർ മുഴുവൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു, ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നു. പക്ഷെ അവിടെ വോട്ട് BJP-ക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അവിടെ BJP-ക്ക് വോട്ട് കൂടുതൽ കിട്ടിയപ്പോൾ ആ നാട്ടിലെ ആളുകൾ പറയുന്നു ഞങ്ങൾ ഒന്നുകൂടി തെരഞ്ഞെടുപ്പ് നടത്താൻ പോവാണെന്ന്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, പോലീസ് വലിയ ബന്ദോബസ്ത് ഒരുക്കിക്കൊണ്ട് ആ നാട്ടുകാരുടെ സ്വമേധയുള്ള തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുക. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ നടത്തിയ ആ കള്ള വോട്ട് തട്ടിപ്പ് പിടിക്കപ്പെടുമെന്നുള്ള തോന്നലിൽ. അപ്പൊ BJP-ക്ക് എങ്ങനെയാണ് ഇത്ര അധികം വോട്ട് കിട്ടുന്നതെന്ന് നമുക്കറിയണ്ടേ? അതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വലിയ വിജയമുണ്ടാക്കുമ്പോൾ അതിനുശേഷം ഏതാനും മാസങ്ങൾക്കപ്പുറം BJP-ക്ക് ഇത്രയധികം ഒഴുക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെയോ ഇന്ത്യ മുന്നണിയുടെയോ അല്ലെങ്കിൽ സംഘടനാ സംവിധാനങ്ങളൊക്കെ പഴിക്കുന്ന തിരക്കിലായിരുന്നു ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ. പക്ഷെ ഞങ്ങൾ വീണ്ടും എടുത്തു പറയുന്നു, ജാർഖണ്ഡിൽ നടന്നതുപോലെയല്ല മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ നടന്നിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ ഇലക്ഷനിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം മഹാരാഷ്ട്രയിൽ മാത്രം 7.83%, അതായത് 8% വോട്ട് 5 മണിക്ക് പോളിംഗ് അവസാനിച്ചതിന് ശേഷം വോട്ടെണ്ണ ദിനം വരെ അങ്ങനെ വർദ്ധിക്കുന്നത് എങ്ങനെയാ? ഈ വോട്ടിംഗ് മെഷീനിൽ തന്നെ വോട്ട് പെറ്റ് പെരുകയാണോ? അതിന് ഉത്തരം BJP പറയണം, ഇലക്ഷൻ കമ്മീഷൻ പറയണം, ഈ രാജ്യത്തെ സുപ്രീം കോടതി പറയണം. അതിന് വേഗം ഓരോ കാര്യത്തോട് കൃത്യമായിട്ട് ഞാൻ മറുപടി പറയാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതേ നരേന്ദ്രമോദി തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനെ കണ്ണുരുട്ടി പേടിപ്പിക്കും, ചൈനയെ ഞങ്ങൾ വരട്ടും എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ചൈനീസ് അതിർത്തിയിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്ന്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ചൈനീസ് അതിർത്തിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന്. ശരിയാണ്, ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യൻ മണ്ണിൽ വികസന പ്രവർത്തനം നടത്തുന്നത് ചൈനക്കാരാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പട്ടാളക്കാരെ ചൈനീസ് പട്ടാളം തട്ടി തോട്ടിലിട്ട് കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടത്.
ഗാൽവാൻ കുന്നുകൾ അവർ കയ്യേറുകയും ലഡാക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവർ കയ്യേറിയെന്ന് അവിടുത്തെ BJP-കാരിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ഫാക്റ്റാണ്. ഇതൊന്നും കാണാതെയാണ് BJP-യുടെ പ്രതിനിധി പറയുന്നത്. ഇനി രണ്ടാമത്തത്, നിങ്ങൾക്ക് ചൈനയോട്, രാഹുൽ ഗാന്ധിക്കല്ല ചൈനയോട് പ്രേമം, നിങ്ങൾക്കാണ് പ്രേമം. അതുകൊണ്ടാണ് PM കെയർ ഫണ്ടിലേക്ക് ചൈനീസ് കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നിങ്ങൾ വാങ്ങിയത്, അല്ലേ? അപ്പോൾ നരേന്ദ്രമോദിക്കാണ് ചൈനയോട് പ്രേമം. ഇന്ത്യൻ പട്ടാളക്കാരെ ഗാൽവാൻ കുന്നുകളിൽ നിന്ന് തട്ടി തോട്ടിലിട്ട് കൊന്നുകളഞ്ഞപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള PM കെയർ ഫണ്ടിലേക്ക് ചൈനീസ് കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങുന്ന തിരക്കിലായിരുന്നു നിങ്ങൾ. ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവൻ പോയാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഇന്ത്യയുടെ ഭൂമി പോയാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ഭാരത എന്നും ഞങ്ങൾ ഇന്ത്യ എന്നും നമ്മളെല്ലാവരും ഭാരതവും ഇന്ത്യ എന്നൊക്കെ വിളിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭൂമി ചൈന കയ്യേറിയിട്ടും നിങ്ങൾക്ക് ഒരു പരാതിയുമില്ല. അടുത്തത് നിങ്ങൾ പറയുന്ന അമേരിക്കയുടെ മുമ്പിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തിന്റെ അന്തസ്സും യശസ്സും ഉയർന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടി ചിഹ്നിക്കുമെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ രാജ്യം എന്നൊക്കെ വൈദേശിക ശക്തികളിൽ നിന്ന് ആക്രമണവും യുദ്ധവും ഒക്കെ നേരിടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ രാജ്യത്തിനെതിരായിരുന്നു. നിങ്ങൾ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒളിവിലിരുന്ന പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളുടെ മുമ്പിൽ ധൈര്യപൂർവ്വം തലയുയർത്തി നിന്ന് നിലപാടെടുത്തതിനെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. ഇനി അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദീകരിക്കണം.